പ്രതികാരം അത് വീട്ടാനുള്ളതാണ്, അത് മനുഷ്യന് വീട്ടാനുള്ളതാണ്. നിങ്ങളെ ആരെങ്കിലും നശിപ്പിച്ചിട്ട് അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ അടുത്ത് അവരെ എത്തിക്കേണ്ട കടമ അത് നിങ്ങളുടെ തന്നെയാണ്. ഇന്നലെ ബല്ലേറിന എന്ന സിനിമ കണ്ടു. ജോൺ വിക്കിൻ്റെ 5th പാർട്ടായ അന്നാ ഡി ആർമാസ് അഭിനയിച്ച ബല്ലേറിന. അതിൽ അന്നാ ഡി ആർമാസിൻ്റെ ആറ്റിറ്റ്യൂഡ് മിക്കവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതെങ്ങനെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് കൊണ്ടുവരണം എന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരേണ്ടത്? നിങ്ങൾക്കും അതുപോലത്തെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആക്കാൻ കഴിയും? അതിലാദ്യം വേണ്ടത് കോൾഡ് കാൽക്കുലേറ്റഡ് ഫെമിനൈൻ സ്ട്രെങ്ത്. അതിൽ അന്നാ ഡി ആർമാസിന്റെ കണ്ണുകൾ നോക്ക്, ഒരു തരം ഡിറ്റർമിനേഷൻ കാണാം. ഫാമിലി മൊത്തം തകർന്ന് ഉള്ളു പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവൾ കാമായിട്ടിരുന്ന് എല്ലാവരെയും അങ്ങോട്ട് കൊന്നു തള്ളും. അടുത്തതാണ് ഹൈപ്പർ ഫോക്കസ്. ഒരാളെ ടാർഗറ്റ് ചെയ്താൽ അവളെ മാത്രമേ അവള് ഫോക്കസ് ചെയ്യുള്ളൂ. ചുറ്റുമുള്ള എല്ലാ ഡിസ്ട്രാക്ഷനും അവൾ ഒഴിവാക്കാറുണ്ട്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ ഡിസ്ട്രാക്ഷന് വെറുതെ മൊബൈൽ നോക്കരുത്, ആ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് സോഫ്റ്റ് ആൻഡ് ഡെഡ്ലി. നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കാം ആയിട്ടിരിക്കണം. നിങ്ങളുടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറഗന്റ് ആയിട്ട് കാര്യമില്ല, നിങ്ങൾ അവിടെ ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല. എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് പൊട്ടിത്തെറിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മാത്രമേ തീർക്കുള്ളൂ. പക്ഷെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ചിരിച്ചും കൊണ്ട് നിൽക്കും, എല്ലാവർക്കും നിങ്ങളെ പേടിയാവും. അതുപോലെ നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകും. ബി റൂത്ത്ലെസ്, ഒരു ദയയും പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ഇമോഷണൽ നമ്പർനെസ് ആണ്. അതിൽ അന്നാ ഡി ആർമാസിന് ഒരു ഗൾട്ട് ഫീൽ ഇല്ല, ആരോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല. അതിൽ ജോൺ വിക്ക് എന്ന നായകൻ അവളെ സഹായിക്കാനൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവൾക്ക് ആ സഹായത്തിന്റെ ആവശ്യമില്ല. അവളെ രക്ഷിച്ചതിന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവളോട് കാണിക്കണമില്ല. നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾക്ക് തിരിച്ച് സഹായിക്കാം, അതിലൊരു നന്ദി ഒന്നും നിങ്ങൾ അവിടെ കാണിക്കാൻ പാടില്ല. നിങ്ങൾക്ക് തിരിച്ച് സഹായിക്കാന്നുള്ളൂ. പകരത്തിന് പകരം ഒരു പാലവും ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അങ്ങനെ മാത്രമേ കാണാൻ പാടുള്ളൂ. അവരൊരു നീതിമാനായിട്ടോ ദൈവമായിട്ടോ ഒന്നും കാണാൻ നിൽക്കരുത്. അവളുടെ ഫാമിലി മൊത്തം കൊല്ലപ്പെട്ടു. അതിൻ്റെ ഒരു ട്രോമയിലാണ് അവൾ ആക്ച്വലി ഇരിക്കുന്നത്. അവളുടെ വേദനയില്ലേ, അവൾ ആക്ച്വലി ഒരു ഫ്യൂവൽ ആയിട്ടാണ് ഉപയോഗിച്ചത്. അതായത് അവളുടെ വേദന അവളൊരു പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റുകയും ചെയ്തു. അടുത്തത് അവൾ പറയുന്ന ഡയലോഗ് ക്ലോഷർ ഈസ് നെസസറി എന്നാണ്. ഈ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളില്ലേ, നിങ്ങൾക്ക് വേണിച്ച മറന്ന പോലെ അഭിനയിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ട് ഒതുക്കാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല. പകയും മാറ്റം ചെയ്യാത്ത ജസ്റ്റിസും അവരെ എങ്ങനെ മൈൻഡ് ലൂപ്പ് ആക്കുന്നു. ദാറ്റ്സ് വൈ ഷീ ഫിനിഷ് വാട്ട് ഷീ സ്റ്റാർട്ടഡ്. നെക്സ്റ്റ് പോയിന്റ് കൺട്രോൾ ഫിയേഴ്സ്. ഫിയർ ഈസ് എ വെപ്പൺ, ഐദർ യു വിയർഡ് ഇറ്റ്, ഇറ്റ് വിയർഡ് യു. അതായത് പേടി അതൊരു ആയുധമാണ്. മറ്റുള്ളവരുടെ ഭയം അത് നമ്മുടെ ബലം തന്നെയാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേടിയെ യൂസ് ചെയ്യാൻ പഠിക്കണം. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പേടിയായാൽ ഞാൻ ആദ്യം അതിൽ ചിന്തിക്കുന്നത്, ഈ കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് മരണം ഉണ്ടാവുമോ എന്ന് ഞാൻ പേഴ്സണലി ചിന്തിക്കാറുണ്ട്. ആ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് മരണം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്യും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്ത് പ്രാക്ടീസായി. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ സക്സസ് പല കാര്യത്തിനും ഉണ്ടാവാറുണ്ട്. പല കാര്യത്തിലും എനിക്ക് മുന്നോട്ട് നിൽക്കാറും പറ്റാറുമുണ്ട്. ഞാൻ നീന്തൽ പഠിച്ചത് ഒരു 5 വർഷം മുമ്പാണ്. അത്രയും കാലം എനിക്ക് പേടിയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ചിന്തിച്ചു, ഏറിപ്പോയാൽ മരിക്കാൻ പോവുകയാണെങ്കിൽ ആരെങ്കിലും എന്നെ രക്ഷിക്കും, എനിക്ക് എൻ്റെ കൂട്ടുകാരൻ രക്ഷിക്കും. ആ വിശ്വാസം എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ആ സമയത്ത് മരണം മുന്നിൽ കണ്ടു. എങ്ങനെയാണ് മുങ്ങി മരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു മൈൻഡിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം മുന്നേ ഞാൻ മുങ്ങി മരിക്കാൻ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ രക്ഷിച്ചാണ്. ആ ഐഡിയ വെച്ചിട്ട് ഞാൻ ആ സമയത്ത് രക്ഷിക്കാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു. ആ സമയത്ത് ഞാൻ മുങ്ങി. എൻ്റെ കൂട്ടുകാരത്ത് ഞാൻ മരിക്കും എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് വന്ന് രക്ഷിച്ചാൽ മതി ഞാൻ പറയണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ മുങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. താഴെ പാറയുണ്ടായിരുന്നു, അതുകൊണ്ട് ചവിട്ടി പൊന്തി എനിക്ക് ഫ്ലോട്ട് ചെയ്യാൻ കഴിഞ്ഞു. എങ്ങനെയോ ഞാൻ കരയിലെത്തി. അപ്പോൾ എനിക്കുണ്ടായ ഒരു ജീവൻ കിട്ടിയ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ നീന്തൽ പഠിച്ചു. ആ പേടിയാണ് എന്നെ അത് പഠിപ്പിച്ചത്. അങ്ങനത്തെ പേടി നിങ്ങൾ അത് ഉപയോഗിക്കാൻ പഠിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ നിങ്ങളുടെ വേദന അത് ഉപയോഗിക്കാൻ പഠിക്കുക. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് മാത്രം എന്തും കൊണ്ട് ഇങ്ങനെ നടക്കണോ എന്ന് നിങ്ങൾ വിചാരിക്കാതെ, ഈ കാര്യത്തിലൂടെ ഞാൻ എന്ത് പഠിച്ചു, ഇത് വീണ്ടും റിപ്പീറ്റ് ആവാൻ എന്താ കാരണം? കാരണം ഒരു കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ശൈലിയിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് മാത്രമേ എന്തും കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വിചാരിക്കാൻ പാടില്ല. സൈലൻസ് ദ പാസ്റ്റ് ത്രൂ യുവർ ആക്ഷൻ. അതായത് അവൾ ട്രോമയിൽ പോയി, അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് സത്യം കണ്ടുപിടിക്കണം, നന്നല്ലാത്ത വ്യക്തികളെല്ലാം ഒഴിവാക്കണം. ഡാർക്ക് സൈക്കോളജി രീതിയിൽ ക്ലോഷർ ലൂപ്സ് പറയും. ക്ലോഷർ ഇല്ലാത്തവർ പുതിയതൊന്നും കണ്ടുപിടിക്കില്ല. ലൂപ്പ് ഹോളിലൂടെ പുറത്തു വരണം. ഇവിടെ ഡാർക്ക് സൈക്കോളജിയിലൂടെ നിങ്ങൾ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ
അത് അവോയ്ഡ് ചെയ്യണം. ആരെങ്കിലും ഇമോഷണലി കരഞ്ഞ് കാണിക്കുമ്പോൾ ഇല്ല, അതിൽ നിങ്ങൾ തളരാൻ പാടില്ല. ഞാൻ ഒരു മൊബൈൽ വാങ്ങാൻ തിരൂരങ്ങാടി പോയിണ്ടായിരുന്നു. അവിടെ ആക്ച്വലി ബക്കറ്റിലടക്കം മൊബൈൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരാൾ മൊബൈൽ വിൽക്കാൻ വന്നു. ആ വിൽക്കാൻ വന്ന ആൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, എനിക്ക് കുറച്ച് പൈസ വേണം, അതും കൊണ്ടാണ് ഞാൻ ഈ മൊബൈൽ വിൽക്കാൻ വരുന്നത്. ഇത് ഞാൻ 20,000 രൂപയ്ക്ക് വാങ്ങിയതാണ്, അതും കൊണ്ട് എനിക്ക് അത്യാവശ്യം വില കിട്ടണം, 2 മാസമായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കടക്കാരൻ മൊബൈൽ നോക്കിയിട്ട് ആ കടക്കാരൻ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ, 7,000 രൂപ ഞാൻ തരാം. അവര് അവിടെ കുറെ കശപിശയായിട്ട് ലാസ്റ്റ് ആ മൊബൈല് 20,000-ന് 18,000 വേണം എന്ന് പറഞ്ഞ അയാള് 13,000 രൂപയ്ക്ക് ആ മൊബൈൽ കടക്കാരന് വിറ്റിട്ട് പോയി. അവിടെ ആ ഇമോഷണൽ മാനിപ്പുലേഷനിൽ അയാൾ വീണില്ല. അതുപോലെ ആരെങ്കിലും കരഞ്ഞു കാണിച്ചാൽ അതിൽ വീഴരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ കരഞ്ഞു കാണിച്ചാൽ അത് സംശയത്തോടെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതും കൊണ്ടാണ്. അത് സങ്കടം വന്നിട്ടായിരിക്കില്ല. വേദന കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആ വേദന വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? ആ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വേദനിക്കുമ്പോഴും നിങ്ങൾ ചെയ്തു നോക്കൂ. ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പ്രതികാരം അത് വീട്ടാനുള്ളത് തന്നെയാണ്. പിന്നെ ഭാവിയിൽ എനിക്കൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് ലജ്ജിച്ച് സ്വയം സങ്കടപ്പെട്ട് സ്വയം ഇല്ലാതായിട്ട് ഒരു കാര്യവുമില്ല.